മലപ്പുറത്ത് നിപ ബാധിച്ച യുവതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. ഇന്ന് പരിശോധിച്ച 6 പേരുടെ സാമ്പിൾ നെഗറ്റീവ്. സമ്പർക്ക പട്ടികയിൽ 49 പേർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വളാഞ്ചേരിയിൽ നിപ ബാധിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 49 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 6 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഇത് വലിയ ആശ്വാസമാണ് മലപ്പുറത്തിന് നൽകിയത്. നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ 12 പേർ യുവതിയുടെ അടുത്ത കുടുംബാംഗങ്ങളാണ്. വളാഞ്ചേരിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 3 പേർ, യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ ക്ലിനിക്കിലെ ഒരാൾ, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ 25 പേർ, 2 ലാബുകളിലായി 2 പേർ, ഒരു മെഡിക്കൽ ഷോപ്പിലെ 2 പേർ എന്നിങ്ങനെ ആകെ 45 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. ലോ റിസ്ക് വിഭാഗത്തിൽ 4 പേരും നിരീക്ഷണത്തിലുണ്ട്. രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി മന്ത്രി വീണ ജോർജ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു. ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം ആർക്കെങ്കിലും വേണമെങ്കിൽ, മലപ്പുറം ജില്ല പൊതുവെ ഈ രീതിയിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരാണ് ഉള്ളത്. പക്ഷെ ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ, ട്രെയിനിങ് കിട്ടാനായിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പാരലായിട്ട് നടക്കുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ, അതോടൊപ്പം സമീപ ജില്ലകളിലെയും ഒക്കെ തന്നെ നമ്മൾ കേസസ് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. രോഗനിയന്ത്രണ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗിയുടെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പും പുറത്തുവിട്ടു. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അമൃത ന്യൂസ്, മലപ്പുറം.